വനിതാ SIക്ക് SP-യുടെ ഇമ്പോസിഷൻ അറിഞ്ഞായിരുന്നോ? പത്തനംതിട്ടയിലാണ് സംഭവം. ഭാരതീയ ന്യായ സംഹിത സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിനെ തുടർന്നായിരുന്നു SP-യുടെ നടപടി. വെള്ളക്കടലാസിൽ ഇമ്പോസിഷൻ എഴുതി മെയിൽ ചെയ്യണമെന്ന് SP-യുടെ ഉത്തരവ്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാലത്ത് ഇമ്പോസിഷനൊക്കെ ഉണ്ടായിരുന്നു. 100 പ്രാവശ്യം എഴുതുക, 150 പ്രാവശ്യം എഴുതുക എന്നൊക്കെ. ഇതിപ്പോൾ എന്താ സംഭവം? ശരിക്കും ഇങ്ങനെയൊക്കെ വകുപ്പിൽ നടക്കാറുള്ളതാണോ? ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ജില്ലാ പോലീസ് മേധാവി അതാത് സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി ഓൺലൈനിൽ മീറ്റിംഗ് നടത്താറുണ്ട്. 5 ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു മീറ്റിംഗിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓരോ സ്റ്റേഷനുകളിലും പിന്നിട്ട് 24 മണിക്കൂറിനിടെ ഉണ്ടായ സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങൾ, ഒപ്പം അന്വേഷണ പുരോഗതി എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഓരോ സ്റ്റേഷന്റെയും ചുമതലയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ വിവരിക്കേണ്ടത്. ഈ സമയത്താണ് പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മീറ്റിംഗിൽ ഹാജരായ വനിതാ SI പങ്കുവയ്ക്കുന്നത്. ന്യായ സംഹിത പ്രകാരം ഈ വിഷയത്തിൽ ഏത് വകുപ്പ് ഉൾപ്പെടുത്തിയുള്ള കേസാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് SP B അജിത്ത് അന്വേഷിച്ചപ്പോൾ അവർക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിരുന്നില്ല. ഭാരതീയ ന്യായ സംഹിത സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് പലകുറി ട്രെയിനിങ് നൽകിയിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാത്തതിന് വിശദീകരണം എന്നുള്ള തരത്തിലാണ് വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം ഇത് വെള്ളക്കടലാസിൽ എഴുതി തനിക്ക് മെയിൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം SP B അജിത്ത് നൽകിയത്. ഏറെക്കുറെ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് വനിതാ SI 20 തവണ ഈ വിഷയം വെള്ളക്കടലാസിൽ എഴുതി ചിത്രം പകർത്തി ഇമെയിലിൽ SP-ക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. SP-യുടെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞത്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതൊരു പുതിയ കാര്യമല്ല, ഇത് മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് വലിയ കൗതുകം കാണിക്കുന്നത് എന്നുള്ളതാണ്. 2 തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അറിവില്ല എന്നതിനാൽ ആ വിഷയത്തിൽ കൃത്യമായ ബോധ്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന തരത്തിൽ വനിതാ സബ് ഇൻസ്പെക്ടർക്ക് ഉണ്ടാകണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി 2 തവണ വിശദാംശങ്ങൾ വെള്ളക്കടലാസിൽ എഴുതി തനിക്ക് മെയിൽ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി. അത് അവർ പാലിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അത് നടപ്പിലായിട്ട് ഏറെക്കുറെ 2 ആഴ്ച സമയം മാത്രമാണ് ഭാരതത്തിൽ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിവരങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ അത്ര വേഗത്തിൽ പരിശീലനം ലഭ്യമായെങ്കിൽ പോലും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാനോ മറുപടി പറയാനോ കഴിയാത്ത സ്ഥിതിയുണ്ട്. എന്തായാലും വലിയ ഒച്ചപ്പാടുണ്ടാക്കേണ്ടതോ അല്ലെങ്കിൽ വലിയ വാർത്തയായി വരേണ്ട ഒരു വിഷയമല്ല എന്ന് SP B അജിത്ത് പറഞ്ഞു. ഒപ്പം തന്നെ തന്റെ സർവീസ് കാലയളവിനിടയിൽ 100 തവണ ഇത്തരത്തിൽ മറുപടി നൽകിയ ഒരേ വിഷയത്തിൽ എമ്പോസിഷൻ 100 തവണ വരെ എഴുതിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.